ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതി നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി വിലാസ് പാലസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതി. മാത്രമല്ല ഈ 4 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഏകദേശം 170 ബെഡ്റൂമുകളാണ് ഈ ഒരു കൊട്ടാരത്തിലുള്ള കേട്ടോ. ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലക്ഷ്മി വിലാസ് കൊട്ടാരം കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായ നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിൽ അപ്പോൾ നമ്മുടെ ലക്ഷ്മി വിലാസ് പാലസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഭീര കൊട്ടാരമാണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഗംഭീര കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൊട്ടാരത്തിന് കുറച്ച് വാങ്ങൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചിട്ട് ഫ്രണ്ട് ക്യാമറയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ രസമല്ലേ. അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ബൈക്ക് സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ. ഞാൻ ബൈക്കിലാണ് വന്നത്. അഹമ്മദാബാദിൽ നിന്നും ഏകദേശം ഒരു 110-120 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു കൊട്ടാരം കാണാനായിട്ട് വരുമ്പോഴുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല അടിപൊളി പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കയിടത്തും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവായിരിക്കും. അതും നമ്മുടെ വണ്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് വേണം ഈ ഒരു കോമ്പൗണ്ടിലൊക്കെ കയറാനായിട്ട്. സാധാരണ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവാറ് പതിവ് കേട്ടോ. അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. 2 രീതിയിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. ഒന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു QR ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ Paytm നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 250 രൂപയാണ് കേട്ടോ ഇന്ത്യൻസിന്. ഫോറിനേഴ്സിനൊക്കെ 500 മുകളിൽ വരുന്നുണ്ട്. ഞാൻ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ 250 രൂപയുടെയാണ്. പിന്നെ ഒരു കോംബോ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് മ്യൂസിയം കാണണമെന്നുണ്ടെങ്കിൽ അത് കോംബോ ആയിട്ട് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ടിക്കറ്റ്. ഞാൻ മ്യൂസിയം ഒന്നും കാണാനായിട്ട് പോകുന്നില്ല, അത് അടുത്ത വരവിൽ നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ ഇന്ന് കൊട്ടാരം മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് 1-2 പ്ലാനുകൾ വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടാരം ഒന്ന് കണ്ട് വേഗം നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവണം. അപ്പോൾ കൊട്ടാരത്തിലേക്ക് നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. മാത്രമല്ല ഇവിടെ 1-2 ഭാഗങ്ങളൊക്കെ തന്നെ അടർന്ന് വീണ് കിടക്കുന്നുണ്ട്. മരമാണ്, ചതലിൽ പിടിച്ച് പോയതാവാം. ഇനി മുകളിലൂടെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഉൾഭാഗത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടിയിലത്തെ ഒരു പാക്കിങ് മാത്രമാണ്, ജസ്റ്റ് ഒരു കവറിങ് മാത്രമായിരുന്നു. ഉള്ളിൽ വേറെ ബീം, അതുപോലെ തന്നെ മരത്തിൻ്റെ ആണ് കേട്ടോ ബീം, അതുപോലെ തന്നെ ഫ്ലോറ്, ഒരു ബേസൊക്കെ ഉണ്ട്. നല്ല സ്ട്രോങ് തന്നെയാണ് മുകൾ ഭാഗം. അപ്പം നടന്നു പോകുമ്പോഴൊന്നും വീഴില്ല. അപ്പോൾ കൊട്ടാരത്തിനകത്ത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്കൊരു ഓഡിയോ ഗൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓഡിയോ ഗൈഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓഡിയോ ഗൈഡ് വെച്ചിട്ട് ഒരു സോണിയുടെ ഒരു ഡിവൈസാണ്. ഇതിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താണ് സംഭവം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബാക്കിൽ കൊട്ടാരം കാണുന്നുണ്ടോ? കുറച്ചുകൂടി ബാക്കിൽ ഇങ്ങനെ നടക്കാം. നമുക്ക് പുറത്തുനിന്ന് മാത്രമാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് അകത്തുള്ളതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാനൊന്നും പാടില്ല എന്നാണ് പറഞ്ഞു കേട്ടോ. അത് കുറച്ചുകൂടിയാണ് നടന്നു പോയാലാണ് നമുക്ക് ഈ ഒരു കൊട്ടാരത്തിന് വലിപ്പം കാണാനായിട്ട് പറ്റുള്ളൂ. ഗംഭീര ഒരു കൊട്ടാരം തന്നെയാണ്. ഇങ്ങനെയുള്ള കൊട്ടാരങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നൊരു ഗംഭീര ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതായത് ഇത്രയും വലിയ നിർമ്മിതികളൊക്കെ പണ്ട് കാലത്തെ ആ ഒരു പ്രതാപത്തെ തന്നെയാണ് ശരിക്കും എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഗംഭീര. അത് നോക്കിയ എൻ്റെ ബാക്കിൽ എങ്ങനെയുണ്ട് സംഭവം? പൊള്ളിയല്ലേ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തൊപ്പി വെച്ചുള്ള കേട്ടോ. ഞാൻ ഓടി. അപ്പം ഇനി ലേഖടിപ്പിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 1890 മഹാരാജ സായിറാവ് ഗെയ്ക്വാദ് മൂന്നാമനാണ് കേട്ടോ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. അന്ന് ഈ ഒരു കൊട്ടാരം നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയായിരുന്നു ഈ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു മൂല്യം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ മൂല്യം പറയുന്നത് 25,000 കോടി രൂപയാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ മൂല്യമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിലെത്തി. ഓഡിയോ ഗൈഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തന്നു. അവരെങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. എങ്ങാനും ഇത് നശിപ്പിക്കുകയാണെങ്കിൽ 3,500 രൂപ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നും കൂടി അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും ഓഡിയോ ഗൈഡ് മസ്റ്റായിട്ട് എടുക്കുക. ഓഡിയോ ഗൈഡ് ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ ഗുജറാത്തി, പിന്നെ 1-2 ലോക്കൽ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. മലയാളമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായ ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് അടിപൊളി ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 700ഓളം ഏക്കർ വരുന്ന ഒരു കോമ്പൗണ്ടിനകത്താണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്ത് തന്നെ ഗോൾഫ് കോഴ്സ്, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കൊക്കെ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക്, രാജകുടുംബത്തിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനായിട്ടൊക്കെയാണ് കേട്ടോ അന്ന് ഇത് ചെയ്തേക്കുന്നത്. എന്തുട്ടാലേ സെറ്റപ്പ്! ഓഫ്, ടൂറിസ്റ്റുകൾക്ക് വല്ലാതെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് പെർമിഷൻ അവരെ അലൗഡ് ചെയ്യുന്നില്ല കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇല്ലേ, ഈ ഒരു സർക്കിള്, ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കൊന്ന് നടന്നു വരാൻ പറ്റും. ഈ കാണുന്ന കണ്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ മാച്ചോ ടൂർണമെൻ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ പ്രത്യേകം പേ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമാണ് ഇത് അലൗഡ് ഉള്ളൂ കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ അതുപോലെ തന്നെ യൂറോപ്യൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ പണിത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഇതിങ്ങനെ കുറച്ചു നേരം നോക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ 11 പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഓഡിയോ ഗൈഡ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇൻറ്റീരിയറിൽ എന്തൊക്കെ സ്റ്റോൺസ് ആണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്, സീലിങ്ങിൽ എന്താണ് ചെയ്തേക്കുന്നത്, വാളുമ്മൽ എന്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ബ്രീഫ് ചെയ്ത് തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഓഡിയോ ഗൈഡ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ രാജാ രവിവർമ്മയുടെ ഒരു ചിത്രങ്ങളൊക്കെ ഇവിടെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതിവിടെ വന്ന് നിങ്ങൾ കാണണം. അവർ ഈ ഒരു സംഭവം ചെയ്തേക്കുന്നതുണ്ടല്ലോ, അതായത് അകത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റാത്തൊരു സംഭവം ചെയ്തേക്കുന്നത്, അതൊരു ഗംഭീര ഒരു ഐഡിയ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് കാണാത്ത ആളുകളെ ഇവിടെ വന്ന് ഇത് കാണിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി, അത് തന്നെയാണ് അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു കൊട്ടാരം കാണിക്കാനുള്ളത് കേട്ടോ. ഇത് ആളുകൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് തീർച്ചയായിട്ടും വരും. അത്രയ്ക്കും മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു കൊട്ടാരം ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത്, നമ്മളൊരു 250 രൂപ കൊടുത്തിട്ട് ഈ ഒരു കൊട്ടാരത്തിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളവർ കാണിക്കുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മൾ ഇവിടെ വരെ വന്ന് ഇത് കാണുമ്പോൾ കുറച്ചും കൂടി ഏരിയ നമുക്കൊന്ന് അവർക്ക് കാണിച്ചു തരാനുള്ളൊരു സംവിധാനം അവർക്ക് ചെയ്യായിരുന്നെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ 250 രൂപ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അമ്മാതിരി മുതലായിരിക്കും. പക്ഷേ ഇത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലത്തെ ടൂറൊക്കെ കഴിഞ്ഞു, എനിക്കൊന്നും നിങ്ങളെ കാണിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു കൊട്ടാരം വഡോദരയിൽ നിങ്ങൾ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം പകുതി, അതായത് അത്രയധികം സമയമൊന്നും വേണ്ടത് കാണാനായിട്ട്, ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. വഡോദരയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 10 കിലോമീറ്റർ സർക്കിളിൽ തന്നെ ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വഡോദരയിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു കൊട്ടാരം കൂടി ഒന്ന് കണ്ടിട്ട് പൊക്കോളോട്ടെ മക്കളെ. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാനൊന്ന് ഓടിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്തൊരു ദർബാർ ഹാളുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതിൻ്റെ താഴെ നോക്കണോ മുകളിൽ നോക്കണോ അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് പണിത് വെച്ചേക്കുന്നത്. അത്രയ്ക്കും മനോഹരമായ മാർബിള് സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കൊട്ടാരത്തിലിട്ടല്ലോ 170 മുറികളാണ് പണിത് വെച്ചേക്കുന്നത്. 4 പേരാണ് ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. 170 മുറികളിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു കൊട്ടാരത്തിൽ. ബ്രിട്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരം എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട്. അവിടുത്തെ രാജകുടുംബം, ബ്രിട്ടീഷ് രാജകുടുംബമൊക്കെ താമസിച്ചിരുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പത്തിലാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതി എന്നറിയപ്പെടുന്ന ലക്ഷ്മി വിലാസ് പാലസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ 4 ഇരട്ടി. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ യുവതലമുറകൾ ഇപ്പോഴും അറിയാത്ത കുറേ കാര്യങ്ങളാണ്. ഇങ്ങനൊക്കെ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഒരു വീട്, സ്വകാര്യ വസതി ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും കുറേ പേർക്ക് അറിയില്ല. ഞാൻ തന്നെ ഈ ഇടയാണ് ഇതിനെക്കുറിച്ച് തന്നെ അറിഞ്ഞത് കേട്ടോ. അപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മനോഹരമായ കാര്യങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ തന്നെ വരുന്നൊരു അഭിമാനം ഉണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഓരോ
കുട്ടിക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടതും അല്ലെങ്കിൽ നമ്മുടെ ചരിത്രങ്ങൾ, നമ്മളെ പൂർവികര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയേണ്ടതെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതും കൂടിയൊക്കെ അറിഞ്ഞ് വളരണം യുവതലമുറകൾ. ഇങ്ങനത്തെ മനോഹരമായ ശില്പങ്ങൾ അല്ലെങ്കിൽ മനോഹരമായ നിർമ്മിതികൾ ഇനിയുമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഇതുപോലത്തെ അത്ഭുതങ്ങൾ, നിങ്ങളറിയാത്ത അത്ഭുതങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വരും ഇതിൽ ഇതുപോലത്തെ ഭാരതത്തിലെ അറിയപ്പെടാത്ത ഒരുപാട് നിർമ്മിതികൾ നമ്മുടെ ചാനലിലൂടെ ഞാൻ ഈ ഒരു ലോകത്തെ അറിയിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വാക്ക് തരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.